ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലാണ് ഉള്ളത്. ഇവിടെ ഒരു അമ്പലത്തിൽ തെറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 4 കൊല്ലത്തിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരുന്നത്. മുന്നേ ഒക്കെ എല്ലാ കൊല്ലവും വരലുണ്ടായിരുന്നു തെറയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തെറ കണ്ടത് ഈ അമ്പലത്തിൽ വെച്ചാട്ടോ. രാവിലെ തന്നെ ഇങ്ങോട്ട് വരണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ബിസി ആയത് കാരണം ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് വരാൻ പറ്റിയത്. ഇവിടെ മെയിനായിട്ടും രാത്രി കൽസംകെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറ ഉണ്ട്. ആ ഒരു സംഭവം കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് കറക്റ്റ് അത് തുടങ്ങുന്ന ടൈമിന് തന്നെ ഞാൻ എത്തിയിട്ടോ. ഈ ഒരു തെറ വേറെ അമ്പലത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൽസംകെട്ട് എന്ന് പറയുന്ന ഇങ്ങനൊരു സംഭവം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ തെറ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുക കേട്ടോ. ഇവിടുത്തെ സദ്യയും തെറയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വല്ലാത്തൊരു നൊസ്റ്റു കേട്ടോ. ഓർമ്മ വെച്ച മുതൽ ഞാൻ വരുന്ന ഒരു അമ്പലമാണിത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫീലിങ്സ് ആട്ടോ എനിക്ക് ഈ ടെമ്പിളിൽ വരുന്ന സമയത്ത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതിൻ്റെ വിഷമം നന്നായിട്ട് എനിക്ക് ഉണ്ടായിരുന്നേ. പക്ഷേ രാത്രി കഴിച്ചപ്പം ആ വിഷമം അങ്ങോട്ട് മാറി. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി സദ്യയിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സാമ്പാർ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കോയിൻസിഡൻ്റ് ആയിട്ട് ഏട്ടൻ്റെ 2 ഫ്രണ്ട്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ വൈഫും മക്കളും ഒക്കെ ഉണ്ടായിരുന്നേ അവരെ കൂടെ. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പോവാൻ നിൽക്കുക കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളും ഇറങ്ങും. ബിക്കോസ് അവിടെ കൽസംകെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് രാത്രിയായിട്ട് അടുത്ത തെറ തുടങ്ങുള്ളൂ. അതുവരെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. ഇവിടുന്ന് ഞങ്ങൾക്ക് KLFന് പോയാലോ എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ച ഏട്ടനെടുത്ത് നമുക്കെന്നാൽ വേറെ എവിടെയെങ്കിലും തെറയോ ഉത്സവം ഉണ്ടെങ്കിൽ പോയാലോന്ന്. അങ്ങനെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അവർ ഏതോ ഉത്സവത്തിൽ പോവാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ കൂടെ നമുക്കും പോവാന്ന് പറഞ്ഞ് അവരെ വിളിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങൾ അവരെടുത്തേക്ക് പോവാണേ. വണ്ടി പാർക്ക് ചെയ്തത് എടുക്കാൻ പോവാണ്. ഇത് എൻ്റെ മൂത്തമ്മേൻ്റെ വീടാട്ടോ. ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കൊള്ളോടി എന്നാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്. ഇവിടെ ഇപ്പോൾ വീടൊന്നുമില്ല, അത് പൊളിച്ച് പുതിയ വീട് ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളെ കൂടെ എൻ്റെ കുട്ടിയേട്ടനും ശ്രീകുട്ടി ഉണ്ടായിരുന്നു. ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയേട്ടൻ്റെ മോളാട്ടോ. കുട്ടിയേട്ടൻ എന്ന് പറഞ്ഞാൽ മൂത്തമ്മേൻ്റെ മോനാണ് കേട്ടോ. ഞങ്ങൾ കാർ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഗേറ്റൊക്കെ അടച്ച് ലോക്കാക്കി സേഫ് ആക്കിയിട്ട് പോയതാട്ടോ. വേറെ വണ്ടികൾ കൊണ്ടുവച്ചാൽ ഞങ്ങൾക്ക് കാർ എടുക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ അവിടെ റോഡിൻ്റെ സൈഡിൽ മൊത്തം നിറച്ച് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഈ വണ്ടി പുറത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും അച്ചുവും ഇവരോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം. അവരെ ഏലിയ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ സൈഡിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവരെ കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏതാണ് ഉത്സവം നടക്കുന്ന അമ്പലം എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ സംഭവം ഞാൻ എവിടെയോ കേട്ട് പരിചയമുള്ള അമ്പലം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഞങ്ങളെ നാട്ടിൻ്റെ ഭാഗത്ത് തന്നെ കേട്ടോ, പയമ്പ്ര ഭാഗത്തേക്കാണ് ഈ അമ്പലം ഉണ്ടായിരുന്നത്. കരിയാത്തൻകാവോ അങ്ങനെ എന്തോ ആണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുക കേട്ടോ. ഉള്ളോട്ടേക്കൊന്നും വണ്ടി വെക്കാൻ സ്ഥലമില്ല. ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്പലത്തിലുള്ള സംഭവം വരവിനുള്ള ആൾക്കാർ വരികയാണ്. അതിൽ കോമരവും പിന്നെ തെറ കെട്ടിയ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാണാം. പിന്നെ ഈ കോമരത്തിൻ്റെ കയ്യിലുള്ള വാളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനങ്ങനെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യാട്ടോ ഞങ്ങൾ. പക്ഷേ ഓന് പേടിയില്ല, അത് വേറെ കാര്യം. എന്ത് കണ്ടാലും ചെക്കന് പേടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ലെനീഷേട്ടൻ ഞങ്ങളെ കണ്ടു, പക്ഷേ ബാക്കി ആൾക്കാരൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഒരു വഴി തെറ്റി മുന്നോട്ട് പോയി തോന്നുന്നു. ഒരു കട്ട് റോഡിലേക്ക് ഇപ്പുറത്തേക്ക് കയറണമായിരുന്നു അമ്പലത്തിലേക്കുള്ള എൻട്രിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ ഓരെ. അവിടെ നിൽക്കുന്ന സമയത്ത് മോളിൽ നിന്ന് ചെണ്ടക്കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ കൺട്രോൾ പോവാണ് ഇത് കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി കച്ചറയായിരുന്നേ. ഈ മാസ്ക് ഇട്ട് നിൽക്കുന്ന ആളെ കണ്ടോ, പേര് സംഗീത് എന്നാണ്. മൂപ്പര് പട്ടാളത്തിലാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. സംഭവം ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് മെയിനായിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. യൂട്യൂബിൽ വളരെ കുറവാണല്ലോ. അത് പറഞ്ഞപ്പോൾ അങ്ങേരിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് പട്ടാളത്തിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് ഒന്നും അധികം യൂസ് ചെയ്തുകൂടാ, അതുകൊണ്ട് അതിലൊന്നും അക്കൗണ്ട് ഇല്ലയെന്ന്. ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പട്ടാളക്കാർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ അറിയുന്നത്. പിന്നെ മൂപ്പര് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം
സന്തോഷമായി. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ചോദിച്ചത് എന്താ ഇടാത്തതെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ പട്ടാളക്കാർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അച്ചുവിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. മാക്സിമം ശ്രമിക്കും കേട്ടോ. എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറിയേ. സംഭവം അവിടെ ഒരു ചൂട്ടുകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു അമ്പലത്തിലും ഇതുപോലൊരു ചൂട്ടുകളി കണ്ടിട്ടില്ല കേട്ടോ. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ചൂട്ടുകളിയായിരുന്നേ. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് അവർ ഈ ചെണ്ട കൊട്ടുന്നതിനനുസരിച്ച് ഡാൻസ് പോലെ സ്റ്റെപ്പുകളൊക്കെ ഇടുന്നതാണ്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലായത് സംഭവം ഇത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചൂട്ട് പിടിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ചൂട്ട് പിടിക്കാത്ത ആൾക്കാരും ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട്ട് പിടിച്ചിട്ടുള്ള ആൾക്കാർ ചൂട്ട് പിടിക്കാത്ത ആൾക്കാരെ മേലേക്ക് തീയാക്കും. ആ ചൂട്ടില്ലാത്ത ആൾക്കാർ ഇവരെ തീ കെടുത്താൻ വരും. പിന്നെ ഇവരെല്ലാവരും കൂടെ കുട്ടികളെയൊക്കെ പേടിപ്പിക്കാൻ പോവും. അങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ചൂട്ടുകളിയായിരുന്നു. മാത്രമല്ല കൊട്ടിനനുസരിച്ചുള്ള മൂവ്മെൻറ്റും ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എൻ്റെ തോന്നലാണോ ശരിക്കും ഇതാണോ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാത്രമല്ല ഇതേപോലൊരു ചൂട്ടുകളി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയുള്ള ചൂട്ടുകളി വേറെ ഏതെങ്കിലും ടെമ്പിളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഈ കളി കുറേ നേരം ഉണ്ടായിരുന്നേ. ഞങ്ങൾ അത് മുഴുവൻ ഇരുന്ന് കാണും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫണ്ണിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിരുന്നല്ലോ. മാത്രമല്ല ബാക്കിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരാളുണ്ട് ഏട്ടനെ തോളിലിരുന്ന് ഭയങ്കര ചിരി കേട്ടോ. പക്ഷേ ഓൻ്റെ ചിരി എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടില്ല വീഡിയോയിൽ. ഞാൻ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ ചിരി നിന്നിട്ടുണ്ടാവേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ അങ്ങോട്ട് എടുത്തേക്കാന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന്. ഞാൻ ഫ്രണ്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഓന് നന്നായിട്ട് കാണാനും പറ്റുമല്ലോ. പക്ഷേ ഞാൻ എടുത്തതിന് ശേഷം ചെക്കൻ ചിരിക്കേ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായിട്ടാണോ എന്നറിയില്ല. ഓന് ചിരി പൊട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ തുറക്കുമ്പോഴത്തേക്ക് ഓൻ ചിരി നിർത്തിക്കാളാണ്. പിന്നെ ഞാൻ ഓനെ ബാക്കോട്ടേക്ക് തന്നെ കൊടുത്തിട്ടോ. അവിടെ തീയൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മേലെങ്ങാനും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിക്കോസ് നേരത്തെ അങ്ങോട്ടേക്ക് വരവ് പോവാനുള്ള ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവർ വരവായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെണ്ടക്കൊട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ബ്ലോക്ക് പോലെ ആവും. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല, കുറേ ആളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാന്ന് വിചാരിച്ചു. താഴോട്ട് ഇറങ്ങിയപ്പോഴേക്ക് വരവ് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്റ്റക്കായി നിന്നു. വരവ് മെല്ലെ മെല്ലെ ആണല്ലോ വരുന്നത്. പക്ഷേ അച്ചു നന്നായിട്ട് ചെണ്ടക്കൊട്ട് എൻജോയ് ചെയ്തിട്ട് നിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് സൈഡിൽ കൂടെ പോവാന്ന് വിചാരിച്ച് ഏതൊക്കെയോ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. സമയം ഏകദേശം 12 മണീൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. അച്ചുവിന് ലൈറ്റായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ അത്ര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉറക്കവും പിടിച്ച് വെച്ച് നിൽക്കുന്നത്. പിന്നെ അതാ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഇന്ന് എനിക്ക് സന്തോഷം തോന്നിയ രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ ഇത്. അച്ചുവിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു പയ്യനാണ് ഇത്. ഇവൻ അച്ചുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അച്ചുവിൻ്റെ വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടായിട്ടോ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അവൻ ഓടി വന്ന് സംസാരിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും അച്ചുവിന് നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ടും ആണ് ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ഒരു കുഞ്ഞു നൈറ്റ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.